السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പവിത്രത നൽകിയ ഒരു മാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകൾക്ക് അവന്റെ കൽപ്പനകളെയും നിരോധനങ്ങളെയും നിർദ്ദേശങ്ങളെയും പ്രാവർത്തികമാക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കും. ഇത് അല്ലാഹുവിന്റെ ഒരു പൊതു സുന്നത്താണ്. അള്ളാഹു കൽപ്പിക്കുകയും നിരോധിക്കുകയും മാത്രമല്ല ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ അവന്റെ അടിമകൾക്ക് അവന്റെ കൽപ്പനകളെയും നിരോധനങ്ങളെയും നിർദ്ദേശങ്ങളെയും പ്രാവർത്തികമാക്കാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹു അടിമകളോട് കൃപയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം ഉണ്ടാക്കി കൊടുക്കുക മാത്രവുമല്ല ചെയ്യുന്നത്, ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കുന്നവർക്ക് വമ്പിച്ച പ്രതിഫലവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സംവിധാനം അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിന് ശേഷം അടിമകളോട് അവന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യപ്പെട്ടു. ഒരുപാട് കർമ്മങ്ങൾ ദീനിന്റെ ഭാഗമായി നിശ്ചയിച്ചു തന്നു. കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെയും ദിവസങ്ങളെയും സ്ഥലങ്ങളെയും സമയങ്ങളെയും നിശ്ചയിച്ചു. ഇതൊക്കെ അല്ലാഹുവിന്റെ പൊതു താല്പര്യങ്ങളാണ്. അല്ലാഹുവിന്റെ അടിമകൾ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിന് അറിയാൻ
ഇന്ന മാസം വരുമ്പോൾ ആ മാസത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ മാസത്തിൽ എന്റെ റബ്ബ് ഇന്നത് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ആ മാസത്തിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ എന്റെ അടിമ ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹുവിന് അറിയാൻ. ചില ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങൾക്ക് ഞാൻ നൽകിയ പ്രാധാന്യം എന്റെ അടിമ നൽകുന്നുണ്ടോ, ആ ദിവസത്തിൽ എന്താണോ ഞാൻ ചെയ്യാൻ പറഞ്ഞത് അതെന്റെ അടിമ ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹുവിനറിയാൻ. ചില സമയങ്ങൾ വരുമ്പോൾ ആ സമയത്തെ എങ്ങനെയാണ് എന്റെ അടിമ നോക്കിക്കാണുന്നത്, ആ സമയത്തെ ഞാൻ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞതുപോലെ എന്റെ അടിമ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് അള്ളാഹുവിനറിയാൻ. ചില സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ട് ആ സ്ഥലത്ത് പോയിട്ട് എന്റെ അടിമ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ പോലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനറിയണം. പ്രിയമുള്ളവരെ, ദൈനംദിനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് കൃത്യമായി ജീവിക്കുന്നത് എന്ന് അള്ളാഹ്ക്കറിയാൻ. നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണത്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആര് എന്ന് അള്ളാഹുവിനറിയാൻ. ഏറ്റവും നല്ല അമൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൂട്ടത്തിൽ മുവഹിദ് ആര്, തൗഹീദുള്ളവൻ ആര് എന്ന് അള്ളാഹുവിനറിയാൻ. നിങ്ങളുടെ കൂട്ടത്തിൽ മുത്തബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നവൻ ആര് എന്ന് അള്ളാഹുവിനറിയാൻ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രതയുള്ളതാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു. 12 മാസങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇന്ന സമാന ഖദിസ്തദാറ കഹയതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ച അന്ന് മുതലേ കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുഹറമായി കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങി പിന്നീട് മുഹറമാകും. ജനുവരി ആയി കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങി ജനുവരിയാകും. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സമാന ഖദിസ്തദാറ കഹയതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ച അന്ന് മുതലേ കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അസ്സനതു 12 ശഹ്റ, മാസം 12 മാസങ്ങളാണ് എന്ന്, വർഷം 12 മാസങ്ങളാണ് എന്ന്. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 പവിത്രതയുള്ളതാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാസത്തുൻ മുതവാലിയാത്ത്, ആ 4 പവിത്രതയുള്ള മാസങ്ങളിൽ 3 തുടർച്ചയായി വരുന്നതാണ്. 1 ജുമാദയുടെയും ശഅബാന്റെയും ഇടയിലുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുൽഖഅദ, ദുൽഹിജ്ജ, അൽ മുഹറം, ഇത് തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ. 4മത്തേത് ജുമാദയുടെയും ശഅബാന്റെയും ഇടയിലുള്ള റജബ്. ഈ 4 മാസങ്ങൾ പവിത്രതയുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ച അന്ന് മുതലേ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12. അല്ലാഹു സുബ്ഹാനഹു മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രതയുള്ളതാണ് എന്ന്. ആ 4 മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമം കാണിക്കരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഉപദേശിച്ചു. ആ 4 മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ്ജ, പവിത്രമാക്കപ്പെട്ട ആ മാസങ്ങളിൽ ഒന്നാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളെയും ആ മാസത്തിൽ 4 മാസം പവിത്രതയുള്ളതാണ് എന്നും പറഞ്ഞ് ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിക്കരുത് എന്നും പറഞ്ഞിട്ട് പറഞ്ഞു അല്ലാഹ്, ദാലികദ്ദീനുൽ ഖയ്യിം, ഇതാണ് വക്രതയില്ലാത്ത ദീൻ. ദാലികദ്ദീനുൽ ഖയ്യിം, ഇത് വക്രതയില്ലാത്ത ദീനാണ് എന്ന്. അതെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കലാണ് വക്രതയില്ലാത്ത ദീൻ. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചില മാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ചില ദിവസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അവകളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ദാലികദ്ദീനുൽ ഖയ്യിം.
വക്രതയില്ലാത്ത ദീൻ. അതിന് വേറെ ഒരു ചിന്തക്കോ ഒരു വാദത്തിനോ പ്രസക്തിയില്ല. അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് വക്രതയില്ലാത്ത ദീൻ. അള്ളാഹുവാണ് പറയുന്നത് 12 മാസങ്ങളുണ്ട് എന്ന്. ആ അല്ലാഹ് തന്നെയാണ് പറയുന്നത് അതിൽ 4 മാസങ്ങൾ പവിത്രത ഉള്ളതാണ് എന്ന്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മെ പരിശോധിക്കാൻ. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ നല്ല അമൽ ചെയ്യുന്നവൻ ആര് എന്ന് അല്ലാഹുവിന് അറിയാൻ. ഈ മാസങ്ങളെ പവിത്രതയുള്ളതായിട്ട് കാണുന്നുണ്ടോ എന്ന് അല്ലാഹുക്കറിയാൻ. ആ മാസങ്ങളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ ആദരവോടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് അല്ലാഹുവിന് അറിയാൻ. അല്ലാഹുവുമായിട്ട് അഭേദ്യമായി ബന്ധമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാര് എന്ന് അല്ലാഹുവിനറിയാൻ. മക്കൾ അങ്ങനെയാണ് ഈ വക കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ചിന്തിച്ചു നോക്ക്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങൾക്ക് പവിത്രതയുണ്ട് എന്ന് പറയുന്നത്, ദിവസങ്ങൾക്ക് പവിത്രതയുണ്ട് എന്ന് പറയുന്നത്, ഇന്ന അമല് ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്യണമെന്ന് പറയുന്നത്, ഹജ്ജ് മക്കയിൽ പോയിട്ട് തന്നെ ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാ? അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണ്. നോമ്പ്, ഫർളായ നോമ്പ് റമദാൻ മാസത്തിൽ തന്നെ ചെയ്യണം. 12 മാസം ഉണ്ടല്ലോ, മാസത്തിൽ 12 മാസത്തിന്റെ ഏതെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസങ്ങളിൽ ഒരു 30 നോമ്പ് നോറ്റ് തീർക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ. റമദാനിൽ 1 മുതൽ 30 വരെ നോക്കണമെന്ന് അല്ലാഹ് എന്തിനാണ് പറഞ്ഞത്? അങ്ങനെ അല്ലാഹുവിന്റെ ഓരോ കൽപ്പനകളും നിരോധനങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മളെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വഴങ്ങുന്നവൻ ആര് എന്ന് അല്ലാഹുവിന് അറിയാനാണ്. നാം അത് തിരിച്ചറിയണം. അപ്പോഴാണ് നമുക്ക് ആത്മീയത നേടിയെടുക്കാൻ സാധിക്കുക. നാം പലപ്പോഴായി ഉണർത്തിയ ഒരു കാര്യമാണ്, നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ആത്മീയത. നാം എന്തിന് അമൽ ചെയ്യുന്നു, നാം എന്തിനും ദീനനുസരിച്ച് ജീവിക്കുന്നു എന്ന ബോധ്യം നമ്മിൽ നിന്നും ഇല്ലാതായി പോയിരിക്കുന്നു. യാന്ത്രികമായി കേവല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി തീർന്നിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്നും തിരിച്ചു വരണം. നാം ബോധമുള്ളവരാകണം. ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങളാണ് ഞാൻ ഈ പാലിക്കുന്നത് എന്ന ബോധത്തിൽ ചെയ്യുന്നവരാകണം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിട്ട് ചരിത്രകാരന്മാർ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അദ്ദേഹത്തെ ഭരണാധികാരി ജയിലടച്ചപ്പോൾ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ അദ്ദേഹം കുളിച്ച് മാറ്റി ഒരുങ്ങി ജയിലിന്റെ ഗേറ്റ് വരെ നടന്നു വരുമായിരുന്നു എന്ന്. അപ്പോൾ അവിടുത്തെ പാറാവുകാരൻ, കാവൽക്കാരൻ ഇമാം അഹമ്മദിനോട് പറയും, നിനക്കറിയില്ലേ ഈ ഗേറ്റ് നിനക്ക് തുറന്നു തരൂല, ഈ ഗേറ്റ് വിട്ട് നിനക്ക് പോകാൻ പറ്റുകയില്ല, നിനക്കറിയില്ലേ, പിന്നെന്തിനാ കുളിച്ച് മാറ്റി ഒരുങ്ങി നീ ഇങ്ങനെ വരുന്നത്? അപ്പോൾ ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ പാറാവുകാരനോട് പറഞ്ഞു, എനിക്ക് ചെയ്യാവുന്ന അത്രയും ഞാൻ ചെയ്തു എന്ന് നാളെ എന്റെ അള്ളാഹിനോട് എനിക്ക് പറയണം. ഞാൻ കുളിക്കാൻ എനിക്ക് പറ്റും, വെള്ളിയാഴ്ച ദിവസം കുളിച്ച് മാറ്റാൻ എനിക്ക് പറ്റും, നടന്ന് ഈ ഗേറ്റ് വരെ വരാൻ എനിക്ക് പറ്റും, അതുവരെ ഞാൻ ചെയ്തു. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ വിടാത്തത് കൊണ്ടാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, എനിക്ക് എന്റെ അള്ളാഹിനോട് പറയണം എന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന് രേഖപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കതിൽ പാഠമുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കാനുള്ള ഇമാം അഹ്മദിന്റെ ആവേശം, ആ ത്വര, ആ വ്യഗ്രത അത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഓരോ ദിവസങ്ങൾ നമുക്ക് കഴിഞ്ഞു വരുമ്പോൾ ഇമാം അഹ്മദിനെ പോലെ നമ്മൾ ജയിലിലല്ല, നമ്മൾ സ്വതന്ത്രരാണ്. എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ, ആഗ്രഹത്തോടു കൂടി ചെയ്യാൻ, അത് ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ നമുക്കതിലൂടെ സാധിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ അത് ഈമാന്റെ ഭാഗമാണ് എന്നാണ്, അത് തഖ്വയുടെ ഭാഗമാണ് എന്നാണ്. ആ തഖ്വയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മാസമാണ് ദുൽഹിജ്ജ മാസം. ഒരുപാട് ഓർമ്മകൾ അയവിറക്കുന്ന മാസമാണ് ഈ മാസം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും സ്മരണീയമായ ഓർമ്മകൾ, ആനന്ദിപ്പിക്കുന്ന ഓർമ്മകൾ, ത്യാഗോജ്ജലമായ തൗഹീദി ജീവിതത്തിന്റെ അനുഭവ പാഠങ്ങൾ മുഅ്മിനീങ്ങൾ ഓർത്തെടുക്കുന്ന, അയവിറക്കുന്ന മഹനീയമായ ദിനങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആ മഹാനായ മനുഷ്യൻ തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
കലിമത്തു ഷഹാദയുടെ സമസ്ഥാപനത്തിന് വേണ്ടി പടവരുതിയ, ദാവത്തിന് വേണ്ടി ഇറങ്ങിയ, ത്യാഗപൂർണമായ ജീവിതം നയിച്ച ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ദായിക്ക് വേണ്ടി പൂർണ്ണാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്ത താങ്ങും തണലുമായ ഭാര്യ ഹാജിറിന്റെ ഓർമ്മകൾ, ഉപ്പാന്റെ അതേ റൂട്ടിൽ ഉപ്പ പറയുന്നത് പോലെ മുന്നോട്ട് പോയ ഉപ്പാന്റെ തണൽ പറ്റി ഉപ്പായിൽ നിന്നും തൗഹീദിന്റെ ആർജവം ആർജിച്ചെടുത്ത മകൻ ഇസ്ഹാഖിന്റെയും ഇസ്മായിലിന്റെയും ഓർമ്മകൾ, ഈ ഓർമ്മകളെല്ലാം അയവിറക്കുന്ന മഹനീയമായ ദിനങ്ങളാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൗഹീദിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പെട്ട പാട്, അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പെട്ട പാട്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പരിശോധിച്ചപ്പോൾ, പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം വിജയിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇബ്രാഹിമെ അനുസരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ചു എന്ന് പറഞ്ഞ ഇബ്രാഹിം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി നമുക്ക് പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അക്ഷരം പടി അനുസരിച്ച, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ടെസ്റ്റ് ചെയ്തു. അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഇബ്രാഹിമിന് മകനില്ല, ഇബ്രാഹിമിന് മക്കളില്ല. ഒരുപാട് കാലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ ചോദിച്ചു, അള്ളാഹുവേ നീ എനിക്കൊരു മകനെ തരണം, നീ എനിക്കൊരു മകനെ തരണമെന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു മകനെ കൊടുത്തു, ഇസ്മായിലിനെ. ആ മകനെ കിട്ടിയ സന്തോഷത്തിൽ മകന്റെ കൂടെ മകന്റെ കൈയും പിടിച്ച് നടക്കുന്ന, ഓടിച്ചാടി കളിക്കുന്ന, മകന്റെ കൈ പിടിച്ച് ചിരിച്ചു കളിക്കുന്ന ഉപ്പാനെ സന്തോഷത്തിലും റാഹത്തിലുമായി മകന്റെ കൂടെ കഴിഞ്ഞുകൂടുന്ന ഉപ്പാനെ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചു, ഇബ്രാഹിം നബിയെ പരിശോധിക്കാൻ. ഇത്രയും കാലം അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ അസ്ലമതു ലിറബ്ബിൽ ആലമീൻ, അനുസരിക്കും ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അനുസരിച്ചു റബ്ബേ എന്ന് പറഞ്ഞ ഇബ്രാഹിം മകനെ മുന്തിക്കുന്നുണ്ടോ അതല്ല എന്റെ കൽപ്പന മുന്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിന് അറിയണം. ഇത്രയും കാലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാം കേട്ടിരുന്നു, അള്ളാഹ് പറഞ്ഞതെല്ലാം അനുസരിച്ചിരുന്നു. ഇനിയെങ്ങാനും മകനോടുള്ള ഇഷ്ടം കാരണത്താൽ അള്ളാഹുവിന്റെ കൽപ്പനവോ നിരോധനങ്ങളോ നിർദ്ദേശങ്ങളോ ഇബ്രാഹിം മാറ്റിവെക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിന് അറിയണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വപ്നത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്തു, ഇബ്രാഹിം നീ ഇഷ്ടപ്പെടുന്ന, ഈ കയ്യും പിടിച്ച് ഓടിക്കളിക്കുന്ന, നീ ഏറെ ലാളിക്കുന്ന നിന്റെ മകൻ ഇസ്മായിൽ, ആ ഇസ്മായിലിനെ അറുക്കണം. ഇബ്രാഹിം നബിയെ ടെസ്റ്റ് ചെയ്തതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇമാമുൽ മുവഹിദീൻ, മുവഹിദീങ്ങളുടെ ഇമാം എന്നറിയപ്പെടുന്ന, തൗഹീദിന് വേണ്ടി ജീവിതം മൊത്തം മാറ്റിവെച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മകനെ അറുക്കെന്നും പറഞ്ഞു പരിശോധിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അള്ളാഹു എങ്ങനെയാണ് നമ്മളെ ടെസ്റ്റ് ചെയ്ത് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും നാം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ചിലപ്പോൾ അള്ളാഹു നമ്മെ ടെസ്റ്റ് ചെയ്യുന്നതാകാം. അള്ളാഹുവിന്റെ കൽപ്പന നാം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ, അള്ളാഹുവിന്റെ നിരോധനം നാം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നാം പരിശോധിച്ചു നോക്കാൻ നമ്മളെ അള്ളാഹു ടെസ്റ്റ് ചെയ്യുന്നതാകാം. അതുകൊണ്ട് തന്നെ ടെസ്റ്റിൽ പാളിപ്പോകാൻ പാടില്ല, തോറ്റുപോകാൻ പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മകനെ അറുക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ പറയും, മകനൊക്കെ അറുക്കാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനെ മകനെ അറുക്കെന്ന് പറഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്തതെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 1 രൂപയുടെ വിഷയത്തിലായിരിക്കും, 2 രൂപയുടെ വിഷയത്തിലായിരിക്കും. നാം നമ്മളെ പരിശോധിച്ചു നോക്കണം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള മഹനീയ ദിനങ്ങൾ വരുമ്പോൾ ഈ ദിനങ്ങളെ ഉൾക്കൊള്ളാൻ, ഈ ദിനങ്ങളുടെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ച, നമ്മെ പഠിപ്പിച്ച പ്രവർത്തനങ്ങളെ ആർജവത്തോടെ, ഈമാനോടെ, താല്പര്യത്തോടെ, ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ,
അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ മാസത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനമാണ് യൗമു അറഫ, അറഫ ദിനം. നമ്മൾ പല ഖുതുബകളിലായി ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ മഹത്വം കേട്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. ആ 10 ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് യൗമു അറഫ, അറഫ ദിനം. ദുൽഹിജ്ജ 9 അന്നാണ് അറഫ. ദുൽഹിജ്ജ 9 അന്ന് ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടും. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ ഒരുമിച്ച് കൂടലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അറഫ ദിവസത്തിന്റെ പ്രത്യേകത ബോധ്യപ്പെടാൻ ഖുർആനിലും ഹദീസിലും വന്ന ഏതാനും ചില കാര്യങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തിയാക്കിയത് അറഫ ദിനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ആയത്ത് ഇറങ്ങിയത് അൽ യൗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമ അറഫയാണ്. അറഫ ദിനത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകളെല്ലാം ഏകകണ്ഠേന പറഞ്ഞിട്ടുണ്ട്. ഇത് അറഫ ദിനത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ദീന്റെ പൂർത്തീകരണം നടന്നത് അറഫ ദിനത്തിലാണ് എന്നത്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. നാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിനത്തേക്കാൾ നരകത്തിൽ നിന്നും ധാരാളമായി അടിമയെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിനമില്ല എന്ന്. അറഫ ദിനത്തിന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അറഫ ദിനത്തിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ആ നരകമോചനം കിട്ടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. യൗമ അറഫ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. മൂന്നാമത്തെ കാര്യം, അറഫ ദിനത്തിന്റെ അന്ന് ഹാജിമാരല്ലാത്തവർക്ക് നോമ്പ് നോക്കിയ സുന്നത്താണ്. സിയാമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ് ഹാജിമാർക്ക് സുന്നത്തില്ല. ഹാജിമാരല്ലാത്തവർക്ക് ദുൽഹിജ്ജ 9 അന്ന് നോമ്പ് നോക്കൽ സുന്നത്താണ്. ആ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബല വസ്സനത്തല്ലതി ബഅദ. അറഫ ദിനത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന്. യൗമ അറഫ, അറഫ ദിനത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ, ദുൽഹിജ്ജ 9 അന്ന് ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു മാപ്പാക്കും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങളും അല്ലാഹു മാപ്പാക്കും. കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ ചെറുപാപങ്ങളാണ് അല്ലാഹു മാപ്പാക്കുക, വൻപാപം മാപ്പാക്കുകയില്ല. വൻപാപത്തിന് തൗബ ഷർത്താൻ, നിബന്ധനയാണ്. പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, വൻപാപങ്ങൾ മാപ്പാക്കപ്പെടാൻ തൗബ ഷർത്താൻ. സൽക്കർമ്മങ്ങളെ കൊണ്ട് അല്ലാഹു മാപ്പാക്കുന്ന പാപങ്ങൾ ചെറുപാപങ്ങളാണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ മാപ്പാക്കും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞത്, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന പാപങ്ങളിൽ നിന്നും അല്ലാഹു അവന് സംരക്ഷണം നൽകും. ഇനി അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോയാൽ ആ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ്. വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നത് യൗമ അറഫയിൽ നോമ്പ് നോക്കുമ്പോഴാണ്. അത് യൗമ അറഫയുടെ ശ്രേഷ്ഠതയാണ്. നാലാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ഖൈറായ ദുആ അറഫ ദിനത്തിലെ ദുആ ആണ് എന്നാണ്. അപ്പോൾ അറഫ ദിനത്തിൽ ദുആ അധികരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ഏറെ കൃപ കാണിക്കുന്ന, ഏറെ ഔദാര്യം കാണിക്കുന്ന ദിവസമാണ് യൗമ അറഫ. അന്ന് ദുആ അധികരിപ്പിക്കണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള മഹത്വമുള്ള ദിനങ്ങളെ ആഗ്രഹിക്കുക,
ആ ദിനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ആ ദിനങ്ങളിൽ സന്നിഹിതരാകാൻ സാധിച്ചാൽ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ അന്ന് ഹിജ്റ 10-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് വസിയത്തുകൾ ചെയ്ത കൂട്ടത്തിൽ നൽകിയ ഒരു വസിയത്താണ്. പ്രിയമുള്ളവരെ, ആ വസിയത്ത് നാം നെഞ്ചിലേറ്റേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നല്ല ദിനങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നൽകിയ ആ വസിയത്തുകളെ ഓർക്കുകയും അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഇന്ന അംവാലക്കും ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാലക്കും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. സാരസമ്പൂർണങ്ങളായ ധാരാളം നസീഹത്തുകൾ, ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളിൽ സഹാബാക്കൾക്ക് നൽകിയിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണിത്. തീർച്ചയായും നിങ്ങളുടെ രക്തങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അത് നിങ്ങൾക്ക് പരിശുദ്ധമാണ്, പവിത്രമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിലെ പവിത്രത പോലെ, ഈ നാട്ടിന്റെ പവിത്രത പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് ദുൽഹിജ്ജ 10-ന്റെ അന്നാണ്, പെരുന്നാളിന്റെ അന്നാണ്. അത് പവിത്രതമുള്ള ദിവസമാണ്. പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചാണ്, ദുൽഹിജ്ജ മാസത്തിലാണ്. അപ്പോൾ പെരുന്നാളിന്റെ അന്നുള്ള ദിവസത്തിന്റെ മഹത്വം പോലെ, ദുൽഹിജ്ജ മാസത്തിന്റെ മഹത്വം പോലെ, മക്കയുടെ മഹത്വം പോലെ മഹത്വമുണ്ട്, പവിത്രമാണ് നിങ്ങളുടെ രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ. ഒരു കാരണവശാലും ഒരു മുഅ്മിനെ, ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. മുസ്ലിമിന്റെ രക്തം പവിത്രമാണ്, മുഅ്മിന്റെ രക്തം പവിത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ രക്തം ചിന്തരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, അപഹരിച്ചെടുക്കരുത്, അത് കട്ടെടുക്കരുത്, തട്ടിപ്പറിച്ചെടുക്കരുത്. നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്. അതേപോലെ നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്, ഓർലേൽപ്പിക്കരുത്, ഒരാളെയും ഇകഴ്ത്തരുത്, താഴ്ത്തരുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മേൽ പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തം, സമ്പത്ത്, അഭിമാനം, ഈ 3ഉം പവിത്രമുള്ളതാണ്. ഇത് മറ്റൊരാളുടേത് ഒരു കാരണവശാലും കളങ്കപ്പെടുത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹനീയമായ ഈ ദിനത്തിൽ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കേറെ പ്രാധാന്യമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആൾക്കാരുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് ഇന്നലെയോ മിന്നാന്നുമായിട്ട് മരണപ്പെട്ടു പോയൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയും ഖബർ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ.